ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നൂഡിൽസ് ഇല്ലാതെ മുട്ട മാത്രം വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട മാത്രമാണ് എടുക്കുന്നത്. ഒരു ബൗളിനകത്തോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് വളരെ കുറഞ്ഞൊരളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാറില്ലേ, അതുപോലെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിനകത്തോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ഒരു ഓംലെറ്റ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ട് വന്നതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് കൂടി ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് നല്ലതുപോലെ പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. നമ്മൾ ആ ഒരു നൂഡിൽസൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് അത്യാവശ്യം കനം കുറഞ്ഞ് മുറിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് വേറൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഉപയോഗിക്കാം. ഇനി ഫ്ലെയിം നല്ലതുപോലെ കൂട്ടിയിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഫ്ലെയിം കുറയ്ക്കേണ്ട, കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ ആ ഒരു നൂഡിൽസിന് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഒത്തിരി സമയം കുക്ക് ചെയ്യരുത്, അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലോട്ടേക്ക് നമുക്കൊരു പച്ചമുളക്, നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 2-3 ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അധികം എരിവില്ലാത്ത മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കും ഗ്രീൻ ക്യാപ്സിക്കും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗ്രീനും അതുപോലെ തന്നെ, ഗ്രീൻ വളരെ കുറവും റെഡാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. പച്ചമുളകിൻ്റെ ആ ഒരു ചെറിയൊരു ടേസ്റ്റാണ് ഇതിന് കൂടുതൽ രുചി കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ഒത്തിരി അളവിൽ വേണ്ട. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, ഇതിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഹോം മെയ്ഡാണ്. അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഇതിലോട്ട് നമുക്ക് ചില്ലി സോസോ സോയാ സോസോ വിനാഗിരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സോസും കുറച്ച് കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ മുട്ടയിലൊക്കെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ചൂടിൽ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. ഒരു നൂഡിൽസിൻ്റെ ആവശ്യമില്ല, നമ്മൾ മറ്റുള്ള നൂഡിൽസ് ഒന്നും കുക്ക് ചെയ്തതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മുട്ട ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും അത്യാവശ്യം കഴിക്കാനും നന്നായിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് നല്ല ചൂടിൽ കഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചൂടിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തയ്യാറാക്കി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.